മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ. റോഡ് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ട്രാഫിക് നിയമ ലംഘനങ്ങൾക്ക് കടുത്ത ശിക്ഷാ നടപടികൾ വൈകാതെ പ്രാബല്യത്തിൽ വരും. വിവിധ നിയമലംഘനങ്ങൾക്ക് പിഴ ഇരട്ടിയിലധികമാക്കുന്നതുൾപ്പെടെയുള്ള ശുപാർശകളാണ് ഭേദഗതി പറയുന്നത്. അടുത്ത സഭാ സമ്മേളനത്തിൽ മോട്ടോർ വാഹന ഭേദഗതി ബിൽ രാജ്യസഭ അംഗീകരിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചാൽ 10 ഇരട്ടി വരെ പിഴ ചുമത്താനാണ് സർക്കാരിന്റെ തീരുമാനം. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ പിഴ 500 രൂപയിൽ നിന്നും 5000 രൂപയായി ഉയർത്തണമെന്ന് ഭേദഗതി പറയുന്നു. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാലുള്ള പിഴ 1000 രൂപയിൽ നിന്നും 5000 രൂപയായി ഉയരും. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ 10000 രൂപ വരെ പിഴ ഈടാക്കാനാണ് നിയമം. നിലവിൽ പിഴ 2000 രൂപയാണ്. മറ്റു യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തും വിധം അപകടകരമായി വാഹനം ഓടിച്ചാൽ 1000 രൂപയിൽ നിന്നും 5000 രൂപയായി പിഴ വർദ്ധിപ്പിക്കാനും നിർദ്ദേശമുണ്ട്. പ്രായപൂർത്തിയാകാത്തവർക്ക് വാഹനം ഓടിക്കാൻ നൽകുന്നവർക്കെതിരെയും നടപടി കർശനമാവും. ഇത്തരം സന്ദർഭങ്ങളിൽ ബന്ധപ്പെട്ട വാഹന ഉടമയ്ക്കോ രക്ഷിതാവിനോ 3 വർഷം വരെ ജയിൽ ശിക്ഷയും 25,000 രൂപ പിഴയും നൽകാൻ മോട്ടോർ വാഹന ഭേദഗതിയിൽ വ്യവസ്ഥയുണ്ട്. കുറ്റം ചെയ്ത കുട്ടികളെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം വിചാരണ ചെയ്യും. അമിത വേഗത്തിന് പിഴ 400 രൂപയിൽ നിന്നും 1000 രൂപയായി ഉയരും. വലിയ വാഹനങ്ങളാണ് അമിത വേഗത്തിൽ പിടിക്കപ്പെടുന്നതെങ്കിൽ പിഴ 2000 രൂപയായി ഉയരും. വാഹനങ്ങൾ തമ്മിലുള്ള മത്സരയോട്ടത്തിന് വിലങ്ങിടാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നിയമം ലംഘിച്ചാൽ 5000 രൂപ വരെ ഉടമകൾക്ക് ഒടുക്കേണ്ടതായി വരും. നിലവിൽ 500 രൂപയാണ് വാഹനങ്ങൾ തമ്മിലുള്ള മത്സരയോട്ടത്തിന് പിഴ ഈടാക്കുന്നത്. വാഹനത്തിന് പെർമിറ്റ് ഇല്ലെങ്കിൽ 10,000 രൂപ വരെ പിഴ ചുമത്താനും ശുപാർശയുണ്ട്. ഇപ്പോൾ 5000 രൂപയാണ് പെർമിറ്റ് ഇല്ലാതെ വാഹനങ്ങൾക്ക് പിഴ. ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കാത്തവർ 1000 രൂപ വരെ പിഴ നൽകേണ്ടി വരും. കൂടാതെ 3 മാസത്തേക്ക് ലൈസൻസും റദ്ദു ചെയ്യപ്പെടും. നിലവിൽ 100 രൂപ മാത്രമാണ് ഹെൽമറ്റ് ധരിച്ചില്ലെങ്കിൽ പിഴ. ആംബുലൻസ് ഉൾപ്പെടെയുള്ള അത്യാവശ്യ വാഹനങ്ങൾക്ക് വഴി നൽകാതിരുന്നാൽ 10,000 രൂപ പിഴ ഈടാക്കാനും മോട്ടോർ വാഹന ഭേദഗതിയിൽ പറയുന്നു. 16ാം ലോകസഭയിലാണ് മോട്ടോർ വാഹന ഭേദഗതി ബിൽ ആദ്യം അവതരിപ്പിച്ചത്. ലോകസഭ പാസാക്കിയ ബിൽ രാജ്യസഭയുടെ പരിഗണനയിലിരിക്കെ 16ാം ലോകസഭയുടെ കാലാവധി കഴിഞ്ഞു. ഇതിനെ തുടർന്നാണ് ബിൽ റദ്ദായത്. പുതിയ മന്ത്രിസഭ അധികാരമേറ്റ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ ഒരിക്കൽ കൂടി കൊണ്ടുവരികയാണ്. അടുത്ത സഭാ സമ്മേളനത്തിൽ രാജ്യസഭ ബിൽ അംഗീകരിക്കുന്നതോടെ പുതിയ ഭേദഗതികൾ പ്രാബല്യത്തിൽ വരും.